ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്സ് ക്ലാസ് വിത്ത് യുവർ ടീച്ചർ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ് 5 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ലൈൻസ് ആൻഡ് സർക്കിൾസ് ആണ്. അതിനു മുൻപായി കൂട്ടുകാർ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങൾക്ക് എന്തൊക്കെ ഷേപ്സ് ആണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്? ഈ ചിത്രത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു സ്കൈ വീൽ കാണാം. അതുപോലെ ഒരുപാട് ബിൽഡിങ്സ് അവിടെ കാണാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഷേപ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? ഏതൊക്കെയാണ് ആ ഷേപ്സ്? അതെ, റെക്ടാങ്കിൾ, സർക്കിൾ. ബിൽഡിങ്ങുകളെല്ലാം തന്നെ റെക്ടാങ്കുലർ ഷേപ്പിലായിരുന്നു. അതുപോലെ സ്കൈ വീല് സർക്കുലർ ഷേപ്പിലായിരുന്നു. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള റെക്ടാങ്കിളിനെയും സർക്കിളിനെയും കുറിച്ച് നമുക്കൊന്നുകൂടി പഠിക്കാം. ആദ്യം തന്നെ നമുക്ക് റെക്ടാങ്കിളിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ഒരു റെക്ടാങ്കിൾ? ഒരു റെക്ടാങ്കിൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ദാ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 4 സൈഡുകളുള്ള ഈ ഒരു രൂപമാണ് റെക്ടാങ്കിൾ. റെക്ടാങ്കിളിൻ്റെ നീളം കൂടിയ സൈഡിനെ അല്ലെങ്കിൽ നീളം കൂടിയ വശത്തെ ലെങ്ത് എന്ന് പറയുന്നു. അതുപോലെ റെക്ടാങ്കിളിൻ്റെ നീളം കുറഞ്ഞ വശത്തെ നീളം കുറഞ്ഞ സൈഡിനെ വിഡ്ത്ത് എന്നും പറയുന്നു. അപ്പോൾ റെക്ടാങ്കിളിന് 2 അളവുകളാണുള്ളത്. നീളം കൂടിയ സൈഡ് ലെങ്തും നീളം കുറഞ്ഞ സൈഡ് വിഡ്ത്തും. അപ്പോൾ റെക്റ്റാങ്കിൾ എന്താണെന്നും അതെങ്ങനെയാണെന്നും ഇരിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ്സ് 5 cm ആൻഡ് 3 cm. താഴെ തന്നിരിക്കുന്നത് പോലെ 2 സൈഡും 5 cm 3 cm ഈ രീതിയിൽ വരുന്ന ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം കൂടിയ വശം, അത് 5 cm ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് നീളം കുറഞ്ഞ വശം, അത് 3 cm ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് സൈഡ്സ് 5 cm ആൻഡ് 3 cm. താഴെ നമുക്കൊരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്കൊരു റെക്ടാങ്കിൾ വരയ്ക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ വരയ്ക്കാം? അപ്പോൾ അതിന് മുൻപായി ഇപ്പം നമുക്കിവിടെ റെക്ടാങ്കിൾ തന്നിട്ടുണ്ടല്ലോ. അപ്പം നോക്കിയേ, ഈ റെക്ടാങ്കിൾ അതിൻ്റെ സൈഡുകൾ 5 cm 3 cm തന്നിട്ടുണ്ട്. എന്താണ് ഈ 5 cm? റെക്ടാങ്കിളിൻ്റെ ലെങ്ത് ആണ് 5 cm. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, റെക്ടാങ്കിളിൻ്റെ ലെങ്ത് 5 cm ആണ്. അപ്പോൾ ഈ സൈഡ് 5 cm ആണെങ്കിൽ ഈ സൈഡിൻ്റെ നീളവും എത്ര തന്നെയായിരിക്കും? ആ സൈഡിൻ്റെ നീളവും 5 cm തന്നെയായിരിക്കും. അതുപോലെ തന്നെ നോക്കിയേ, ഈ നീളത്തിന് എന്താ പറയുന്നത്? റെക്ടാങ്കിളിന്റെ നീളം കുറഞ്ഞ സൈഡിന് പറയുന്നത് വിഡ്ത്ത് എന്നാണ്. അപ്പോൾ വിഡ്ത്ത് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 3 cm ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡും എത്ര തന്നെയായിരിക്കും? ഇതും വിഡ്ത്ത് തന്നെയാണ്, ഇതിന്റെ നീളവും 3 cm തന്നെയാണ്. അപ്പോൾ നമുക്ക് അളവ് കിട്ടിക്കഴിഞ്ഞു. അതായത് റെക്ടാങ്കിളിന്റെ 4 സൈഡിന്റെയും അളവ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് ഉപയോഗിച്ച് നമുക്കൊരു റെക്ടാങ്കിൾ ഇവിടെ വരയ്ക്കാം. അപ്പം നമ്മളിത് ആൻസർ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇൻസ്ട്രുമെൻ്റ് ആണ് വേണ്ടത്? അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ എന്തുണ്ട്? സ്കെയിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ റെക്ടാങ്കിൾ വരയ്ക്കേണ്ടത് ഒരു സ്കെയിൽ ഉപയോഗിച്ചാണ് അല്ലേ? സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കണം. സ്കെയിൽ മാത്രം മതിയോ ഇത് വരയ്ക്കാൻ? പോരാ. സ്കെയിൽ അല്ലെങ്കിൽ റൂളർ മാത്രം പോരാ. നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ നിങ്ങൾ കണ്ടിട്ടുള്ള മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് സെറ്റ് സ്ക്വയർ. ഇത് കണ്ടിട്ടുണ്ടോ? ഇതാണ് സെറ്റ് സ്ക്വയർ. ഈ രീതിയിൽ വേറൊരു ഇൻസ്ട്രുമെൻറ്റും കൂടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ 2 സെറ്റ് സ്ക്വയർ ആണ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ളത്. അപ്പോൾ ഈ റെക്ടാങ്കിൾ വരയ്ക്കാൻ ഈ 2 സെറ്റ് സ്ക്വയറിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ ഈ സെറ്റ് സ്ക്വയറും ഈ സ്കെയിലും വെച്ചിട്ടാണ് നമ്മൾ ഈ റെക്ടാങ്കിൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് റെക്ടാങ്കിളിൻ്റെ ഈ സൈഡാണ് വരയ്ക്കുന്നത്. അതായത് 5 cm എന്ന് പറയുന്ന ഈ ലെങ്ത് വരയ്ക്കാനായിട്ട് പോകുന്നു. എങ്ങനെ നമുക്കത് വരയ്ക്കാം? അത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. അപ്പം ലെങ്ത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. അതിനാദ്യം എന്ത് ചെയ്യണം? 5 cm മാർക്ക് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്ത് ഇതുപോലെ പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്ത് എത്ര സെൻറ്റിമീറ്റർ സ്കെയിലിൽ എടുക്കണം? 5 cm എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് സ്കെയിലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് 0. അത് മുതൽ ഈ 5 വരെയുള്ള ഈ പോയിന്റ് അടയാളപ്പെടുത്തുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് 5 cm കിട്ടുന്നത്. അപ്പോൾ ഈ നീളമാണ് 5 cm. ഓക്കെ, അപ്പോൾ 5 cm കിട്ടി. ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? ഈ വിഡ്ത്ത് വരയ്ക്കണം. അതായത് ഈ 5 cm നമ്മൾ വരച്ചു.
ഈ ഭാഗം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നീളം, അതായത് ഈ വിഡ്ത്ത് വരയ്ക്കണം. ഇത് എത്ര സെന്റിമീറ്റർ ആണെന്ന് പറയാം? 3 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പൊ അത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്? ഈ സെറ്റ് സ്ക്വയർ ഉള്ളത്. അപ്പൊ നോക്കി, ഈ സൈഡ് എന്ന് പറയുന്നത് കുത്തനെയാണ് നിൽക്കുന്നത്. അപ്പൊ കറക്റ്റ് ഇങ്ങനെ നേരെ, അതായത് ഈ സൈഡിന് നേരെ തന്നെ അടുത്ത വിഡ്ത്ത് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ, ഈ സെറ്റ് സ്ക്വയർ ഇതേപോലെ നമ്മൾ ഈ ലൈനിനോട് ചേർത്ത് വെക്കുന്നു. അപ്പൊ ഇതേപോലെ ഈ സെറ്റ് സ്ക്വയർ ഈ ലൈനിനോട് ചേർത്ത് വെക്കുന്നു. ഇവിടം മുതൽ ഇവിടെ വരെയാണ് നമുക്ക് വിഡ്ത്ത് വരയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പോയിന്റ് ഈ അറ്റത്തോട്ട് ചേർത്ത് വെച്ചത്. ഇനി നോക്കി, ഈ സെറ്റ് സ്ക്വയറിൽ നമുക്ക് 2 സൈഡിലും അളവുകൾ കാണാൻ സാധിക്കും. അപ്പൊ ഈ സൈഡിൽ എത്ര സെന്റിമീറ്റർ ആണ് എടുക്കേണ്ടത്? 3 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പൊ നോക്കി, ഈ പോയിന്റ് 0 ആണ്, ഇവിടെ വരെയുള്ളത് 3 സെന്റിമീറ്റർ. അപ്പൊ ഈ 0 മുതൽ 3 വരെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 സെന്റിമീറ്റർ കിട്ടും. ഒന്നെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്താൽ. എങ്ങനെ ചെയ്താലും ഇത് എത്ര തന്നെയായിരിക്കും? 3 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പൊ നോക്കി, നമ്മൾ ഈ റെക്ടാംഗിളിന്റെ പകുതി 2 സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഒരു ലെങ്ത്തും ഒരു വിഡ്ത്തും കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്തുണ്ട്? വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ ഒരു വിഡ്ത്ത് ഉണ്ട്. അപ്പൊ അത് വരയ്ക്കാൻ എന്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യണം? വീണ്ടും ഈ സെറ്റ് സ്ക്വയർ തന്നെ യൂസ് ചെയ്യണം. സെറ്റ് സ്ക്വയർ എങ്ങനെ പ്ലേസ് ചെയ്യണം ഇത് വരയ്ക്കാൻ വേണ്ടി? സെറ്റ് സ്ക്വയർ ഈ കോർണർ ഇവിടെ വരുന്നത് പോലെ പ്ലേസ് ചെയ്യണം. എങ്കിൽ മാത്രമല്ലേ സാധിക്കുകയുള്ളൂ. അതായത് ഈ സെറ്റ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഇതുപോലെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഈ പോയിന്റ് ഇവിടെ വരുന്നു. ഈ പോയിന്റ് ഈ അറ്റത്ത് വരുന്നത് പോലെ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇവിടെ മുതൽ എത്ര സെന്റിമീറ്റർ എടുക്കണം? 3 സെന്റിമീറ്റർ എടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഈ ലൈനിന് നേരെ ഈ സെറ്റ് സ്ക്വയർ വെക്കുന്നു. 0 മുതൽ 3 വരെയുള്ള പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തി. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നു. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നു. അങ്ങനെ വരച്ചു കഴിയുമ്പോൾ ഇത് എത്രയായി? ഇത് എത്ര സെന്റിമീറ്റർ ആവും? ഇത് 3 സെന്റിമീറ്റർ ആയി. ഇതും 3 സെന്റിമീറ്റർ ആയി. ഇനി എന്തേ ഉള്ളൂ? നമ്മൾ ഈ മൂന്നാമത്തെ ഇതും കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരൊറ്റ ലൈനേ ഉള്ളൂ. നമ്മൾ ഈ പോയിന്റും കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ കൃത്യമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്കത് 5 സെന്റിമീറ്റർ എന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ ഇത് എത്രയായിട്ട് മാറി? ഇത് 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളോട് ആവശ്യപ്പെട്ട റെക്ടാങ്കിൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും സൈഡ് വരുന്നത് പോലെ റെക്ടാങ്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.